I believe in God, not because my parents told me to, not because someone else told me to, but because I've experienced how awesome He is. നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടിലെ കുളവമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും റൈറ്റിലോട്ട് കയറിയിട്ട് ഏകദേശം ഒരു 400 മീറ്റർ അത്രയല്ലേ വരുള്ളൂ ഈ അമ്പലത്തേക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് മുതിർന്ന ആളെന്ന രീതിയിൽ അഴകത്ത് മഹാദേവ ക്ഷേത്രം വളരെ ഫേമസ് ആണ് പാലക്കാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കുളം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് വിസ്താരമായിട്ട് നിൽക്കുന്നൊരു എത്രയാണ് 6 ഏക്കറും 40 സെൻറ്റ് അത്രയും വിസ്താരമായിട്ടുള്ളൊരു കുളമാണ്. അപ്പോൾ ഈ നമ്മുടെ ധനുമാസത്തിലല്ലേ നടക്കുന്നത് ആറാട്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ആഘോഷങ്ങളോട് കൂടിയിട്ട് നടന്നൊരു ആറാട്ടിൻ്റെ വിശേഷങ്ങളിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 5 ദിവസമാണ് 3 ദിവസം അറിയാൻ കഴിഞ്ഞു, എൻ്റെ മിസ്റ്റേക്കാണ്. ശരി, നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ കാര്യപരിപാടികളിലോട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് സ്വയം അതിൻ്റെ ട്രസ്റ്റി കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രസ്റ്റി സാമൂതിരി രാജാവാണ്. പേരെന്താ എൻ്റെ? പേരെന്താണ്? ബാലസുബ്രഹ്മണ്യൻ. നമ്മുടെ കമ്മിറ്റിയിലെ പ്രസിഡന്റ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്. പിന്നെ നിങ്ങളൊക്കെ? എൻ്റെ പേര് എ വെള്ളക്കുട്ടി, എൻ്റെ പേര് ജി വെങ്കടാചലൻ, ക്ഷേത്ര സമിതി അംഗം. എൻ്റെ പേര് ചന്ദ്രൻ, ക്ഷേത്ര സമിതി അംഗം. എൻ്റെ പേര് മുകേഷ്, ഞാൻ വൈസ് പ്രസിഡന്റാണ്. രവി കുമാർ രവി, ക്ഷേത്ര ക്ഷേമ സമിതി കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എൻ്റെ പേര് ജയനാരായണൻ, ക്ഷേത്ര ക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കൂടാതെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇല്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പുറത്തു പോയിരിക്കുകയാണ്. അതുമാതിരി സെക്രട്ടറി ഉണ്ട് മുരളീധരൻ, അദ്ദേഹവും പുറത്താണ്. അവർ കുറച്ച് ഇത് പ്രസാദ് അഴകത്ത് നമ്മുടെ വീടുകളിലേക്ക് ഏകദേശം എല്ലാം ഒക്കെ അറിയാം. കാര്യം പുതുശ്ശേരി കുമ്മാട്ടിയുടെ സ്റ്റാർട്ടിങ് മുതൽ എല്ലാത്തിലും ഉള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പരിപാടിയിലോട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്കൊന്ന് പറഞ്ഞു തന്നെങ്കിൽ അത് മെയിനായിട്ട് നമ്മുടെ 5 ദിവസത്തിലെ 3 ദിവസങ്ങളല്ല മെയിനായിട്ടുള്ള ഒരുപാട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഒന്ന് തുടങ്ങി വെക്കുക. ഇത് ശനിയാഴ്ച കളമെഴുത്ത് പാട്ടാണ്. അത് ഫലപ്രാപ്തി ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് ശത്രുസംഹാരം, ദാരിദ്ര്യ, ദുഃഖശമനം, സമർപ്പണം ക്ഷേത്രസമിതി അഴകത്ത് ദേവസ്വത്തിൻ്റെ കമ്മിറ്റിയുടെ വകയാണ്. അത് കഴിഞ്ഞ് 31-ാം തീയതി ഞായറാഴ്ച ഓട്ടംതുള്ളലാണ്. അവതരണം തുള്ളൻ സാമ്രാട്ട്, തുള്ളൽ ഇതിഹാസം, കുറിച്ചിത്താനം ജയകുമാരൻ പാർട്ടിയാണ്. ഗിന്നസ് റെക്കോർഡ് ജേതാവാണ്. അത് 7 മണിക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചാക്യാർകുത്താണ്. ശ്രീ കുള്ളിക്കുരിശിമംഗലം ഗുരു പത്മശ്രീ ധോണി രാഘവ ചാക്യാരുടെ പത്മപൗത്രനാണ്. അതായത് 2-ാം തീയതി വന്നിട്ട് നമ്മൾ നൃത്തസന്ധ്യയും പരിപാടികളാണ്. 3-ാം തീയതി
വന്നിട്ടാണ് മെയിനായിട്ടുള്ള ആറാട്ട് മഹോത്സവം എന്ന് പറയുന്നത്. അന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? ബാലയുണ്ട്. ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ആറാട്ട് മഹോത്സവത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയാണ്. വടക്കുന്നാഥൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ബാലയായിട്ട് അവതരിപ്പിക്കുന്നത്. ദേവക്ഷേത്രത്തിലെ തെക്ക് ഭാഗത്തായി, അതായത് നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു തൊട്ട് ബാക്കിൽ കാണുന്ന പകുതിയോളം പൂർത്തിയായിട്ട് പകുതി പണികളെല്ലാം പൂർത്തീകരിച്ചു. ബാക്കി ഇനി 3 ഭാഗം കൂടി പൂർത്തീകരിക്കാനുണ്ട്. അത് അഴകത്തപ്പൻ്റെയും അനുഗ്രഹത്തിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അതിന് സഹകരിച്ച് അതിന് ഫണ്ട് വേണ്ടുന്ന വിധത്തിൽ സഹായിച്ചു തന്നാൽ ഭഗവാനോടുള്ള എല്ലാ കടപ്പാടുകളും നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർത്തീകരിക്കാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പലമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടും, നമ്പർ ഇടാം. സെക്രട്ടറിയുടെ കോൺടാക്ട് നമ്പർ ഇടാം. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആർക്കെങ്കിലും താല്പര്യമുള്ള വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആറാട്ടിന് എല്ലാവരുടെയും നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കും. ഗജവീരന്മാർ ആരൊക്കെയാണ്? രാജൻ പുത്തൻകുളം മോദി, അന്തസ്വരൂപ ഗജരാജ പ്രജാപതി, കുന്നത്തൂർ രാമു, നവയുഗ കളവ കേശരി, കൊളക്കാടൻ ഗണപതി, ഇങ്ങനെ 3 ആനകളുണ്ട്. നമ്മൾ ചോദിക്കാൻ പറ്റും. അതായത് സാധാരണ അമ്പലങ്ങളിൽ ഒരു തിടമ്പാണ് വരിക, ഇവിടെ 3 ആനയ്ക്കും തിടമ്പുണ്ടോ? 3 ആനയ്ക്കും ഒരാനയ്ക്ക് ഈ ശാന്തസ്വരൂപ ഗജരാജ പ്രജാപതി കുന്നത്തൂർ രാമു അയാളാണ് തിടമ്പേറ്റുന്നത്, മെയിൻ തിടമ്പ്. ബാക്കിയുള്ളവർക്ക് 2 തിടമ്പുകളുണ്ട്. രാമുവിനെ അഴകത്ത് മഹാദേവന്റെ അവിടുത്തെ തിടമ്പാണ് മെയിനായിട്ട് കേറ്റുന്നത്. അതെ. അപ്പോൾ ഏതായാലും എല്ലാവരും കൂടി കൂടിയാലോചിക്കണം. നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് ക്ഷണിക്കണ്ടേ? പാലക്കാട്ടിലുള്ളവരായാലും അതുപോലെ കേരളത്തിലുള്ളവരായാലും ഇനി യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് ആയാലും നമ്മുടെ ഈ ഒരു ആറാട്ട് എന്ന് പറഞ്ഞാൽ കവർ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ക്ഷണിക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് ക്ഷണിക്കാം അല്ലേ? അപ്പോൾ കോഴമൺ ദേശത്ത് ശ്രീ അഴകത്ത് മഹാദേവ ക്ഷേത്ര സമിതിയുടെ പേരിൽ സാമൂതിരി, കോഴിക്കോട് സാമൂതിരി വകയുള്ള ക്ഷേത്രമാണ് ഇത്. ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് 3 ദിവസം 3-4 ദിവസം 30-ാം തീയതി തൊട്ട് തുടങ്ങുന്ന ഉത്സവത്തിനും 5 ദിവസം അടങ്ങുന്ന ആറാട്ട് മഹോത്സവത്തിനും ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതിൻ്റെ കൂടെ കോഴിക്കോട് രാജാവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസറെയും കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്തായാലും നമ്മുടെ ഇനിയിപ്പോൾ പാലക്കാടൻ ഞങ്ങളുടെ തനത് ഭാഷയിൽ വിളിച്ചില്ല എന്ന് വേണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരും കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക്, അല്ലേ? അപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ വേല കാണാനായിട്ട് എല്ലാവരും അങ്ങ് വരിക. ഇൻട്രോ കിട്ടാൻ പേര് പറഞ്ഞു, ഏതായാലും പരിചയപ്പെട്ടല്ലോ. വിഷ്ണു.